നമസ്കാരം. അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. അരൂർ ദേശാഭിമാനി നാടകവേദിയുടെ ആഭിമുഖ്യത്തിൽ അകാലത്തിൽ പൊളിഞ്ഞ അരൂരിലെ പ്രമുഖ നാടക നടൻ KS സിദ്ധാർത്ഥൻ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. ചലച്ചിത്ര നടനും നാടകപ്രവർത്തകനുമായ മീന രാജ് അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. അരൂർ ദേശാഭിമാനി നാടകവേദിയുടെ ആഭിമുഖ്യത്തിൽ അകാലത്തിൽ പൊലിഞ്ഞ പ്രമുഖ നാടക നടൻ KS സിദ്ധാർത്ഥൻ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. ചലച്ചിത്ര നടനും നാടകപ്രവർത്തകനുമായ മീന രാജ് അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. 4 അടി ഉയരത്തിൽ നിൽക്കുന്ന നടനും 4 അടി അകലത്തിൽ നിൽക്കുന്ന കാണികളും തമ്മിൽ ഒരു അകലം. ആ അകലം എടുത്തു മാറ്റി ഒരേ തലനിരപ്പിൽ നിന്നുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചും പറഞ്ഞ് നാടകം. അങ്ങനെ നാടകം കേൾക്കുമ്പോഴും കൂടെ കാണാൻ വരുന്നവരും നാടകത്തിൽ അഭിനയിക്കേണ്ടി രക്ഷപ്പെടണമെങ്കിൽ ദീർഘകാലം നിൽക്കണം. ദീർഘകാലം ഉണ്ടെങ്കിൽ മാത്രമേ കലയിലും രാഷ്ട്രീയത്തിലും മുന്നിൽ വരാൻ പ്രസിദ്ധന് ആ ദീർഘകാലം നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് മലയാള നാടകവേദിക്കുണ്ടായ. നന്മയുടെ കലയായ നാടകത്തിൻ്റെ പ്രവർത്തകർ ഒരാൾ പോലും സമൂഹത്തിൽ കുറ്റവാളികളുടെ ലിസ്റ്റിൽ വരുന്നില്ല എന്നത് ശ്രദ്ധേയമാണെന്ന് മീന രാജ് പ്രസ്താവിച്ചു. നൂറ്റാണ്ടിലേറെയായി നാടകരംഗത്ത് പ്രവർത്തിക്കുന്ന തനിക്ക് നാടകപ്രവർത്തകരെക്കുറിച്ച് അഭിമാനമുണ്ടെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. അത്തരത്തിൽ നന്മയുടെ പ്രതീകമായിരുന്ന ഒരു നാടകപ്രവർത്തകനാണ് അരൂരിനും കേരളത്തിലെ കലാലോകത്തിനും നഷ്ടമായിരിക്കുന്നതെന്ന് KS സിദ്ധാർത്ഥൻ്റെ വിയോഗം അനുസ്മരിച്ച് മീന രാജ് സൂചിപ്പിച്ചു. പറയാൻ ബാക്കി വെച്ചതെന്ന പേരിൽ MP സുധീർ രചിച്ച സാമൂഹ്യ നാടകം അരൂർ ദേശാഭിമാനി നാടകവേദിക്ക് വേണ്ടി സംവിധാനം ചെയ്യുന്നതിനിടയിലാണ് KS സിദ്ധാർത്ഥൻ്റെ വേർപാടുണ്ടായത്. പ്രമുഖ നാടകപ്രവർത്തകനായ PM ആൻ്റണിയുടെ സ്പാർട്ടക്കസ്, ക്രിസ്തുവിൻ്റെ 6-ാം തിരുമുറിവ് തുടങ്ങിയ നാടകങ്ങളിലും സിദ്ധാർത്ഥൻ പ്രതിഭ തെളിയിച്ചിരുന്നു. അനുസ്മരണ ചടങ്ങിൽ ദേശാഭിമാനി ലൈബ്രറി പ്രസിഡന്റ് പീതാംബരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. നാടകപ്രവർത്തകനായ TP പ്രസാദ്, സാംസ്കാരിക പ്രവർത്തകരായ PS വിനായകൻ, കുഞ്ഞുമോൻ അരൂർ, PT രമേശൻ, ജനാർദ്ദനൻ, സോജി അഗസ്റ്റിൻ, സോണി തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണങ്ങളിൽ പങ്കുകൊണ്ടു. നാടകപ്രവർത്തകരും കുടുംബാംഗങ്ങളുമടക്കം വലിയൊരു സദസ്സ് സമ്മേളനത്തിൻ്റെ ഭാഗമായി.